എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ Q&A വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് തെറ്റുകുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ആദ്യമേ ഞാൻ നിങ്ങളുടെ അടുത്തൊരു നന്ദി പറയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടപ്പോൾ വല്ലാണ്ട് ഒന്നല്ല, എന്നാലും ഒരു 15-15 കൂടുതൽ ഒരു 20 കമൻസിൻ്റെ അത്രയ്ക്ക് നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര എക്സ്പെക്ട് ചെയ്തിട്ടൊന്നുമില്ല, കാരണം അത്രയ്ക്ക് ഫോളോവേഴ്സും കാര്യങ്ങളൊന്നും ആയിട്ടില്ലല്ലോ നമ്മുടെ ചാനലിൽ. അപ്പോൾ ആ കമൻസ് ഇട്ട എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് ശരിക്കും ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കണത് എന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ വല്ലാണ്ട് പറഞ്ഞ് ബോറടിപ്പിക്കണില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ അയച്ചിട്ടുള്ളത് സബിത KS 4916 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് കേട്ടോ. ചേച്ചിയുടെ സ്വന്തം വീട്ടിൽ ആരൊക്കെയുണ്ട്? എൻ്റെ സ്വന്തം വീട്ടിൽ അച്ഛൻ മരിച്ചുപോയി, അമ്മയാണുള്ളത്, പിന്നെ ചേട്ടൻ്റെ വൈഫ്, അവർക്ക് 3 കുട്ടികളാണുള്ളത്. ആദ്യത്തെ 2 കുട്ടികൾ എന്ന് പറയുന്നത് ഇരട്ട കുട്ടികളാണ്, പിന്നെ ഉള്ള കുട്ടി എന്ന് പറയുന്നത് പെൺകുട്ടിയാണ്. ആദ്യത്തെ 2 ആൺകുട്ടികളാണ് കേട്ടോ. പിന്നെ മൂന്നാമത്തെ കുട്ടി എന്ന് പറയുന്നത് പെൺകുട്ടി. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. അവരെ വീഡിയോയിൽ കാണിക്കാമോ? ഞാൻ കാണിക്കാറുണ്ട്. ചേട്ടൻ ബഹ്റൈനിലാണ്. ഞാൻ ചേട്ടൻ്റെ വൈഫ് ശ്രീമോളെയും പിള്ളേരെയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അമ്മേനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗൾഫിൽ നിന്ന് വന്നിട്ടുള്ള വീഡിയോസിൽ 1-2 വീഡിയോസിൽ അങ്ങനെ അമ്മയുണ്ടായിരുന്നു. കുറച്ചൊക്കെ അങ്ങനെ കാണാൻ പറ്റുന്നെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് ചിലപ്പോൾ കാണാത്തോണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ ആ വീഡിയോ കണ്ടു കാണില്ല, അതുകൊണ്ടായിരിക്കും കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരെ കുറിച്ച് പറയാമോ? ഏട്ടൻ്റെ വീട് എന്ന് പറയുന്നത് ഞങ്ങളുടെ വീട് ചേറ്റുവയിലാണ്, തൃശ്ശൂർ. ഏട്ടൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മരിച്ചുപോയി, പിന്നെ ഒരു ബ്രദറാണുള്ളത്. അവരുടെ വീടാണ് നമ്മുടെ വീഡിയോയിൽ പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, തൊട്ടപ്പുറത്തെ വീടായിട്ടുള്ളത്. അവിടെ ചേട്ടനാണെങ്കിലും ചേട്ടൻ ഗൾഫിലാണ്, ഗൾഫിൽ നിന്ന് ജോർദാനിലാണ് ആള്. പിന്നെ ചേച്ചിയുണ്ട്, 2 പിള്ളേരുണ്ട്. എനിക്ക് നല്ല മുഖപരിചയമുണ്ട്, പക്ഷേ എങ്ങനെ എവിടെ വെച്ചൊരു ധാരണയില്ല. എൻ്റെ വീട് പന്നിത്തടം ഇയാലാണ്. പഠിച്ചത് മാരുത്താൻകോട് സ്കൂൾ, എരുമപ്പെട്ടി സ്കൂൾ, MD കോളേജ് പഴഞ്ഞി. ലവ് യു ചേച്ചി, നെയിം പ്ലീസ്. എൻ്റെ പേര് ഞാൻ പറഞ്ഞില്ല അല്ലേ, പലർക്കും എൻ്റെ പേര് അറിയാത്തതായിട്ടുണ്ട് കേട്ടോ. എൻ്റെ പേര് സന എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ പേര് പായൂസ് വ്ലോഗ് എന്നുള്ളത്. താഴെയുള്ള മോളെ വിളിക്കുന്ന പേരാണ് പായൂന്ന്. അപ്പോൾ അവൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു ചാനൽ ആയതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ പേര് മാറ്റാഞ്ഞത്. അവൾക്ക് വേണ്ടി തുടങ്ങിയതാണ്. അവളാണ് ആദ്യമൊക്കെ വീഡിയോസൊക്കെ ഇട്ടിരുന്നത്, നിങ്ങൾ കണ്ടു കാണും ചിലരൊക്കെ. അപ്പോൾ അവൾക്ക് വേണ്ടി തുടങ്ങിയോണ്ട് ആ പേര് പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോയി, അങ്ങനെയുള്ളൂ കേട്ടോ. അപ്പം നല്ല മുഖപരിചയം ഉണ്ടെന്ന് പറയുന്നത്, എനിക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങളൊന്നും മരത്താങ്കോട് എന്ന് പറയുന്ന പന്നിത്തട അങ്ങനെയുള്ള സ്ഥലങ്ങളൊന്നും എനിക്കറിയില്ല. ചിലപ്പോൾ ടിക്ടോക്കിലൊക്കെ കാണും, അല്ലെങ്കിൽ റീൽസിൽ, ഇൻസ്റ്റാഗ്രാം റീൽസിൽ കണ്ടു കാണും. അങ്ങനെയുള്ള മുഖപരിചയം ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ചേച്ചിയുടെ ക്വാളിഫിക്കേഷൻ, ഞാൻ എന്താ പറയുക, 10ാം ക്ലാസ് വരെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു നാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ VHSC ആയിരുന്നു +2 ചെയ്തിട്ടുണ്ടായിരുന്നത്. ഡിഗ്രി ചെയ്തത് ആര്യഭട്ട കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡിപ്ലോമ എടുത്തിട്ടുണ്ടായിരുന്നു ഒപ്റ്റോമെട്രിയിൽ. അപ്പോൾ പറഞ്ഞു വന്നാൽ ചെറിയൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്, പക്ഷെ ജോലിക്കൊന്നും പോയില്ല, വീട്ടിൽ തന്നെ ഇരിക്കണം. ഹോം ടൂർ ചെയ്യോ? ഹോം ടൂർ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ചാനൽ ഒരു 50K ഒക്കെ ആകുമ്പോൾ 50Kയുടെ വീഡിയോ ആയിട്ട് ഇടാൻ വേണ്ടി വെച്ചിട്ടുള്ളതാണ് നമ്മുടെ ഹോം ടൂറിൻ്റെ വീഡിയോ. പിന്നെ വല്ലാണ്ട് കാണിക്കാനും പിടിക്കാനൊന്നുമില്ല, ഒരു നോർമൽ വീടാണ്. എന്നാലും ഞാൻ ആ ഒരു 50Kയുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ ഈ ഹോം ടൂർ എന്ന് പറയുന്നത്. സനയെ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. ഞാനിത് പറഞ്ഞ ആളെ എന്താ പറയുക, ക്വാളിഫിക്കേഷൻ ചോദിച്ചത് നിതിൻ KM 3769 ആണ്. പിന്നെ ഹോം ടൂർ ചെയ്യുമെന്ന് ചോദിച്ചത് അച്ചൂസ് ആണ്. മഞ്ജു തോമസ് ആണ് അടുത്തത് കേട്ടോ. സനയെ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നുന്നു. സ്കൂളൊക്കെ എവിടെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ സ്കൂളിൻ്റെ കാര്യമൊക്കെ. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സ്കൂൾ എന്ന് പറയുന്നതാണ് നാഷണൽ സ്കൂൾ എന്ന് പറയുന്നത്, ആങ്ങണ്ടിയൂരാണ്. ഇപ്പോൾ അങ്ങനെ നമ്മുടെ ചാനൽ കാണുന്നത് കൂടുതലും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാർ തന്നെയാണ് കാണുന്നത്. തൃശ്ശൂരുള്ള ഏരിയാസിലുള്ള ആൾക്കാരാണ് കൂടുതലും നമ്മുടെ ചാനലൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടിക്ടോക്കോ റീൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ലവ് സ്റ്റോറി അറിയണം അന്ന് തൊട്ട് ഇന്ന് വരെ. നമ്മുടെ രശ്മിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. രശ്മി ഞാൻ പറയും, അത് നമുക്ക് വേറൊരു വ്ലോഗ് ആക്കിയിട്ട് ഇടാം. ഇതിൽ പറയാൻ നിന്നാൽ ഇന്നത്തെ ദിവസം ഒന്നും കഴിയില്ല. നിങ്ങളുടെ വീഡിയോ ഫുൾ കാണാറുണ്ട്, എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ്. ഇനി ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യോ? ആതിര റെനി.
അതിൽ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് കൂടുതലും ചെയ്യാറുള്ളത്. നമുക്ക് പിന്നെ പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, കാരണം വീട്ടിൽ തന്നെയാണല്ലോ. അപ്പോൾ ഡെയിലി ഇവിടെ നടക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഞാൻ നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇനിയും ചെയ്യേണ്ട ഡേ ഇൻ മൈ ലൈഫ് തന്നെയാവും നമ്മുടെ ചാനലിൽ വരുന്നുണ്ടായിരിക്കാം. അടുത്തത് ലിബി KR 7596. എൻ്റെ വീട് മുല്ലശ്ശേരിയാണ്, ഡെയിലി വ്ളോഗ്സ് കാണാറുണ്ട്. മുല്ലശ്ശേരി നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ഞാൻ മുല്ലശ്ശേരിയുടെ അടുക്കൊക്കെ വരാറുണ്ട്. ചേച്ചി ഇടയ്ക്ക് പറയാറില്ലേ എന്താവും ഒരു വിഷമം എന്ന്. എന്താണ് ചേച്ചിയുടെ വിഷമം? നല്ല ഫാമിലി, നല്ല ഹസ്, നല്ല മക്കൾ. എന്താണ് ചേച്ചി വിഷമം? ചേച്ചിയുടെ അമ്മയ്ക്ക് വയ്യാതാണോ? ചേച്ചിയുടെ ഫാം നല്ല ഇഷ്ടമാണ് കേട്ടോ. താങ്ക് യു. ലിൽബി എന്നാണ് കേട്ടോ പേര്, ലിൽബി. എനിക്ക് അങ്ങനെ വിഷമം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വ്ളോഗിലാണെന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇമോഷണൽ വീഡിയോസ് ഇടല്ലേ എന്നിട്ട് ഒരു കുട്ടി കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഇപ്പൊ ഞാൻ സംസാരിക്കണില്ലേ, ഇത് ഞാൻ ഒന്നും ആലോചിച്ചിട്ടല്ല സംസാരിക്കുന്നത്, പ്ലാൻ ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഞാൻ ആ മൊബൈലിൽ കമന്റ്സ് നോക്കിയിട്ട് ഡയറക്റ്റ് റിപ്ലൈ തന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഞാൻ ഒന്നും ചിന്തിക്കാറില്ല. നമ്മൾ ആ സ്പോട്ടിൽ എന്താ പറയാൻ തോന്നുന്നത് വെച്ചാൽ ഞാൻ അതങ്ങനെ പറഞ്ഞു പോണു. പിന്നെ വിഷമം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരല്ലേടാ, നമുക്ക് കുറെ വിഷമങ്ങളും സന്തോഷങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ ഏട്ടനായിട്ട് തെറ്റിരിക്കുന്ന നേരത്തൊക്കെ ആവും ഞാൻ ആ വീഡിയോക്ക് ചിലപ്പോൾ വോയിസ് ഓവർ കൊടുക്കണ്ടാവാം. അപ്പോൾ ആ ഒരു വിഷമം ചിലപ്പോൾ എൻ്റെ മുഖത്ത് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താ പറയുക സംസാരിക്കുന്ന നേരത്തെ ഉണ്ടായിരിക്കാം. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോവും. പിന്നെ എനിക്ക് ടെൻഷൻസ് ഉണ്ട്, നല്ല ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല, നല്ല ടെൻഷൻ ഉണ്ട് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ഹസ്ബൻഡിൻ്റെ അടുത്താണെങ്കിലും നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റണം എന്നൊന്നുമില്ല. ഇപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ അടുത്താണെങ്കിലും കുറേ ഫ്രണ്ട്സ് ഉണ്ടാവില്ല, ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. അവരുടെ അടുത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റണമെന്നില്ല. ഇപ്പം നവ്യനായിട്ട് പറഞ്ഞ പോലെ എന്നെ പൂർണ്ണമായിട്ട് അറിയുന്നത് എനിക്ക് മാത്രമാണെന്ന് പറയണ പോലെ അങ്ങനെ ചോദിച്ചാൽ സങ്കടം ഇല്ല എന്ന് പറയാം. ചിലപ്പോൾ സങ്കടം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സങ്കടം ഉണ്ടെന്ന് പറയാം. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും സങ്കടങ്ങളില്ലാത്ത മനുഷ്യന്മാരില്ലല്ലോ, അത് പ്രതിഫലിക്കണമെന്ന് മാത്രം. അടുത്തത് സുജിത്ത് PS കേട്ടോ. ഹായ്, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ? വീട് എവിടെയാണ്? എൻ്റെ വീട് തൃപ്രയാറാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ ചാനലിൽ കാണുന്നത് കൂടുതലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരാണ് കേട്ടോ. സുജിത്തെ നമ്മൾ ചേറ്റുകയാണ് കേട്ടോ. 2 പെൺകുട്ടികളായതിൽ നിങ്ങൾക്ക് 2 പേരിൽ ആർക്കെങ്കിലും വിഷമമുണ്ടോ? തീർച്ചയായിട്ടും ഞങ്ങൾക്ക് 2 ആൾക്കും വിഷമമൊന്നുമില്ല. പക്ഷെ ഏട്ടന് ഒരു ആൺകുട്ടി വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എനിക്ക് അങ്ങനത്തെ ആഗ്രഹം ഒന്നുമില്ല കേട്ടോ. പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും എനിക്ക് അവർ ആരോഗ്യത്തോടു കൂടി ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം നമുക്ക് ആ മുടി ഉണ്ടായപ്പോൾ നമ്മൾ കുറേ വിഷമിച്ചതാണ്. അവൾക്ക് ചുണ്ട് മറ്റേ മുറിച്ചുണ്ടായിരുന്നു, ക്ലഫ്റ്റ് ലിപ്പായിരുന്നു. അപ്പം അതിൻ്റെ പേരിൽ ഞാൻ ആ കുട്ടിയുടെ ഓപ്പറേഷൻ കഴിയുന്നത് 6ാം മാസത്തിലാണ്. വല്ലാണ്ട് ദൈവം എന്തോ സഹായിച്ചിട്ട് ചില പിള്ളേരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, മുറിച്ചുകൊണ്ട് ഉള്ളിലേക്കൊക്കെ ഉള്ള പിള്ളേരൊക്കെ ഉണ്ട്. അവൾക്ക് എന്തോ ഭാഗ്യത്തിന് പുറം ചുണ്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഒരുപാട് വിഷമിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പറയാൻ നിന്ന് ഞാൻ അപ്പോഴേക്കും കരയും. അതുകൊണ്ട് ഞാൻ ആ ഒരു ടോപ്പിക്കിലേക്ക് കൂടുതൽ കടക്കണില്ല. ക്ലഫ്റ്റിലുള്ള കുറേ പിള്ളേരുണ്ട്, കുറേ അമ്മമാരുണ്ട് വിഷമിക്കണവര്. എനിക്കറിയാം, ഞാൻ ഇൻസ്റ്റയിലൊരു വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് വന്നിട്ടുള്ള കമൻസ് അല്ലെങ്കിൽ എനിക്ക് വന്നിട്ടുള്ള എൻക്വയറീസ് എവിടേക്കാണ് അതിൻ്റെ ഓപ്പറേഷനും കാര്യങ്ങളും അതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ വെച്ച് ഇഷ്ടം പോലെ മെസ്സേജസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെൺകുട്ടികളായാൽ എനിക്ക് വിഷമമില്ല കേട്ടോ. എനിക്ക് ആൺകുട്ടി വേണമെന്നുള്ളൊരു നിർബന്ധവും ഇല്ല. ഒരു കണക്കിന് നോക്കിയാൽ പെൺകുട്ടികളാണോ നല്ലത്? ഒരു മോനെ വേണമെന്ന് ഉണ്ടായിരുന്നോ? ഒരു ദിവസം നേരിൽ കാണണം എന്നുണ്ട്. എൻ്റെ ഏട്ടൻ ഇനി നാട്ടിൽ വരുമ്പോൾ വരാനാണ്. തീർച്ചയായിട്ടും സുജിത്ത് PS എന്നാണ് ഈ അക്കൗണ്ടിൻ്റെ പേര് എടുക്കുന്നത്. എനിക്ക് ഇയാളെ പേര് ശരിക്കുള്ളത് അറിയില്ല. എന്തായാലും പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. ഏട്ടൻ നാട്ടിലേക്ക് വരുന്ന പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയാണെന്ന് മനസ്സിലായി. എന്നാണെങ്കിലും കാണാട്ടോ. എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പ്രശ്നവുമില്ല. വരുന്നുണ്ടെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും പറഞ്ഞിട്ട് വരണം കേട്ടോ. രഞ്ജിത്ത് മെസ്സേജിൻ്റെ 29K അഭിനന്ദനങ്ങൾ. താങ്ക് യു കേട്ടോ. സുഹൃത്ത് ബന്ധങ്ങൾ ഒരുപാടുണ്ടെന്ന് കരുതുന്നു. എന്താണ് അവരെ കുറിച്ചുള്ള അഭിപ്രായം? സുഹൃത്ത് ബന്ധങ്ങൾ എന്ന് പറയാൻ എനിക്ക് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പും ഇല്ല കേട്ടോ. ഞാൻ ആകെ കമ്പനി ഉള്ളത് ഇതേപോലെ പറഞ്ഞ പോലെ തന്നെ പ്രഭി, വേറെ ആരുമില്ല. എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫ്രണ്ട്സും കാര്യങ്ങളൊന്നുമില്ല. പ്രഭീയുടെ അടുത്താണെങ്കിലും എനിക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എനിക്ക് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്ന ഒരു ഫ്രണ്ടും എനിക്ക് നിലവിലില്ല. കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കാലങ്ങൾ ഇങ്ങനെ പോണതിനനുസരിച്ചിട്ട് ബന്ധങ്ങളൊക്കെ അറ്ററ്റ് പോവാന്ന് പറയില്ലേ, അങ്ങനെയാണ്. ചിലപ്പോൾ എൻ്റെ മിസ്റ്റേക്ക് ആയിരിക്കാം, ഞാൻ പലരിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്നതായിരിക്കാം. എൻ്റെ സാഹചര്യങ്ങൾ ചിലപ്പോൾ അങ്ങനെയായിട്ടുള്ളതായിരിക്കാം. നമ്മൾ കല്യാണം കഴിഞ്ഞ ഒരു ഫാമിലി ആയിട്ട് കഴിഞ്ഞ് കൂടുന്നതാണ്. അപ്പം അതിൻ്റെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളും വേറെ ഉണ്ടായിരിക്കാം.
അപ്പോൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എനിക്ക് അങ്ങനെ ഒറ്റ ഫ്രണ്ട്സും ഇല്ല എന്ന് തന്നെ പറയാം. ഫ്രണ്ട്സേ ഇല്ലാത്ത ഒരാളാണ് ഞാൻ. എല്ലാവരുടെയും തെറ്റിദ്ധാരണയാണ് എനിക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പം എന്തെങ്കിലും പ്രൊമോഷനും കാര്യങ്ങളും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ എല്ലാവരും ചോദിക്കണ ഫസ്റ്റത്തെ ചോദ്യമാണ് എൻ്റെ അടുത്ത്, കുറേ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരോടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുമെന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ഷെയർ ചെയ്യാൻ എൻ്റെ കോൺടാക്ട് എടുത്ത് നോക്കിയാൽ എൻ്റെ ഈ ഫോണിൽ ഞാനൊരു സ്റ്റാറ്റസ് ഉണ്ടെങ്കിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു 300 പേര് സ്റ്റാറ്റസ് കാണുന്നുണ്ടാവായിരിക്കും. പക്ഷേ ഈ 300 പേരായിട്ടും എനിക്ക് കോൺടാക്റ്റ് ഇല്ല എന്നുള്ളതാണ് സത്യം. അടുത്തത് ധനീഷ രാഹുൽ, ചേച്ചി വീഡിയോസ് എല്ലാം സൂപ്പറാണ് കേട്ടോ, ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ എല്ലാവരെയും. താങ്ക് യു ഡിയർ, താങ്ക് യു. ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ ചാനലിൽ ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് മോള് കൊണ്ട് നടന്നിട്ട് പിന്നെ അതിന് ശേഷം ഞാൻ റീസ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 6 മാസം ആവണേ ഉള്ളൂ കഷ്ടി. അപ്പോഴേക്കും എനിക്ക് ഇത്രയും വലിയൊരു സപ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന എനിക്ക് ഒരു നിശ്ചയം ഇല്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഇപ്പോൾ ഇത്രയും എത്തി നിന്നിട്ടുള്ളത്. നമുക്ക് കുറച്ചെങ്കിലും ഇതിൽ നിന്ന് ഒരു വരുമാനം എന്ന് പറയുന്ന സംഭവം കിട്ടി തുടങ്ങിയിട്ടുള്ളത് എല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സ്വന്തമായിട്ട് അധ്വാനിച്ചിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നുള്ളത്. നമ്മൾ ഒരാളുടെയും കണക്ക് പറച്ചിലും കാര്യങ്ങളൊന്നും കേൾക്കാതെ അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന്റെ ഒരു ഭാഗമാണ് സത്യം പറഞ്ഞാൽ ഈ യൂട്യൂബ് ചാനൽ ഞാൻ കൊണ്ടു നടക്കണത് എന്ന് തന്നെ പറയാം കേട്ടോ. കുറെ കഷ്ടപ്പെടുന്നുണ്ട്, പ്രത്യേകിച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നുമില്ല. എനിക്കറിയാം ഡെയിലി ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവും, നിങ്ങൾക്ക് വെറുപ്പാവും, അങ്ങനെയൊക്കെ എനിക്കറിയാം. പക്ഷെ അതെന്റെ നിലനിൽപ്പിന്റെ ഭാഗമായതുകൊണ്ടും കൂടിയാണ് ഞാനത് കഷ്ടപ്പെട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഓരോ കാര്യങ്ങളും. അടുത്തത് സുദേവിൻ്റെയാണ് കേട്ടോ മെസ്സേജ്. അയ്യോ ഒരു മിനിറ്റടാ, ബാക്കിലേക്ക് പോയി. സുദേവിൻ്റെ മെസ്സേജ്, സുദേവേ ഒരു മിനിറ്റ്, ഈശ്വര അത് ബാക്കിലേക്ക് പോയിടാം. എന്തെങ്കിലുമൊക്കെ പറഞ്ഞു വരുമ്പോഴേ നമ്മൾ ചില നേരത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ നേരത്തെ ഇമോഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മൾ ചിലപ്പോൾ ഇമോഷണലായി പോവും. എന്താ ചെയ്യാം. അപ്പോൾ ചേച്ചിക്കും മക്കൾക്കും ചേട്ടൻ്റെ കൂടെ തന്നെ നിന്നൂടെ എന്നാണ് സുദേവ് ചോദിച്ചിട്ടുള്ളത്. സുദേവെ നമുക്ക് നിൽക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടല്ല. സാമ്പത്തിക സ്ഥിതി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലേ, നമുക്ക് എപ്പോഴും ഒരു അടിത്തറ ഉണ്ടായിരിക്കണം, സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ എപ്പോഴും ഉണ്ടായിരിക്കണം. ഗൾഫിൽ പോയി നിൽക്കാനൊക്കെ സുഖമാണ്, നമുക്ക് അങ്ങനെ പറയാനും സുഖമാണ്. നമുക്ക് വേണമെങ്കിൽ നിൽക്കാം, ഏട്ടൻ്റെ അടുത്ത് നിൽക്കാം, പിള്ളേരെ പഠിപ്പ് കാര്യങ്ങളൊക്കെ നോക്കാം, വലിയ പ്രശ്നവും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ നമ്മുടെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഞെരുങ്ങി പോകേണ്ടി വരും. നമുക്ക് ഒരു സേവിങ്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരിക്കില്ല. ഇപ്പം ഈ പറഞ്ഞ പോലെ 2 പെൺകുട്ടികളാണ്. പെൺകുട്ടികൾ പോട്ടെ, അവർ ഭാവിയിൽ അവർ പഠിച്ച് അവരെ കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥയിലെത്തുമ്പോൾ തന്നെ അവരെ കല്യാണവും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുള്ളൂ. പക്ഷേ നമുക്കൊരു അസുഖം വന്നു, ആ അസുഖം വരുമ്പോൾ നമ്മൾ കണ്ണും വീഴ്ച നിൽക്കരുത്. എങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്കും എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഒരിക്കലും പകച്ചു നിൽക്കാൻ പാടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ പോയി നിന്ന് ഒരു 2 മാസം 3 മാസം നിൽക്കുമ്പോഴുള്ള ചിലവ് നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സ്ഥിരം അവിടെ നിന്നാലുള്ള ചിലവ് എന്തായിരിക്കും, പ്രത്യേകിച്ച് അവിടെ എന്ന് വെച്ചാൽ പേട്ടൻ്റെ അടുത്ത് എന്ന് വെച്ചാൽ ദുബായിലൊക്കെ പിള്ളേർക്ക് പഠിക്കാൻ ഭയങ്കര എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാലറി കാര്യങ്ങളൊക്കെ വേണ്ടി വരും. മാസം ഒരു 5 ലക്ഷം രൂപയൊക്കെ കിട്ടുന്ന ആൾക്കാർക്കൊക്കെ നല്ല സുഖസുന്ദരമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റും. നമുക്ക് എന്തായാലും അത്രയ്ക്കും വരുമാനവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ രേഷ്ണ ബൈജു വെച്ചുള്ളത് ക്വാളിഫിക്കേഷൻ എന്താണ്, ഏജ് എത്രയാണ്? ഏജ് എനിക്ക് 36 ആയിട്ടോ. ക്വാളിഫിക്കേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ വർക്ക് ചെയ്തിരുന്നത് ലാസ്റ്റ് ഒപ്റ്റോമെട്രിസ്റ്റ് ആയിട്ടാണ്. ഷാനി ചേച്ചി വെച്ചിട്ടുണ്ട് ലവ് സ്റ്റോറി പോന്നോട്ടെ. ഈ പറഞ്ഞ ഷാനി ചേച്ചി ലവ് മാരേജ് ആണ് കേട്ടോ. ചേച്ചി ഇതുവരെ അങ്ങനെ സ്റ്റോറിയും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലവ് സ്റ്റോറി പറയണമെന്ന്. പക്ഷെ നമ്മുടെ ചാനലിൽ എന്തായാലും നമ്മുടെ ലവ് സ്റ്റോറി വരുന്നതായിരിക്കും. ഞാൻ എന്തായാലും ഇടാട്ടോ, കുറച്ച് പേരായിട്ട് ചോദിക്കണം. അടുത്തത് പാച്ചൂസ് ഫാമിലി, അജ്മാനിൽ അത്ര അടുത്ത് ഉണ്ടായിട്ടും കാണാൻ പറ്റിയില്ല, കാസർഗോഡ് വരുമ്പോൾ അറിയിക്കും. തീർച്ചയായിട്ടും പറയാടോ. എനിക്ക് നമ്മളങ്ങനെ യാത്രകൾ ചെയ്യാറില്ല. ഏട്ടൻ നാട്ടിലേക്ക് വരുമ്പോൾ മാത്രമാണ് യാത്രകൾ പോണത്. ഏട്ടൻ നാട്ടിൽ വരുമ്പോൾ ഏട്ടൻ റെസ്റ്റ് കൊടുക്കണില്ല കേട്ടോ, അങ്ങോട്ട് പോക്ക് ഇങ്ങോട്ട് പോക്കൊക്കെ ആയിട്ട്. അപ്പോൾ ഏട്ടൻ വരുമ്പോൾ നമ്മൾ കാസർഗോഡ് വരുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ പറയാം കേട്ടോ. അടുത്തത് ധന്യ NP, നിങ്ങളുടെ എല്ലാവരുടെയും പേരും സ്ഥലം വിദ്യാഭ്യാസം പറയൂ. എൻ്റെ പേര് സന എന്നാണ്. ഇപ്പം ഞാൻ വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞല്ലോ. ഏട്ടൻ്റെ പേര് ബെനീഷ് എന്നാണ്. ഏട്ടനെ എല്ലാവരും വിളിക്കുക ബെന്നി എന്നാണ്. ഏട്ടൻ ഡിഗ്രിയാണ്, ശ്രീകൃഷ്ണ കോളേജിലാണ് പഠിച്ചിരുന്നത്. സ്ഥലം നമ്മൾ ചേറ്റുവയാണ്, തൃശ്ശൂർ.
വിദ്യാഭ്യാസം ഞാൻ പറഞ്ഞു. പിന്നെ എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്ത ആളുടെ പേര് വേദ എന്നാണ്, അമ്മൂന്ന് വിളിക്കും, മൂപ്പരാൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. രണ്ടാമത്തെ ആളുടെ പേര് ആരാധ്യ എന്നാണ്, പായു എന്ന് വിളിക്കും, 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു കേട്ടോ. അടുത്തത് പത്മനാഭൻ, നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നു ആണെങ്കിൽ ആ ലവ് സ്റ്റോറി ഒന്ന് കേൾക്കണം എന്നുണ്ട്, പറഞ്ഞല്ലോ ഞാൻ. അടുത്ത ബാച്ചിലർ കുക്കിംഗ്, ഹെയറിന്റെ രഹസ്യം കുറേ പേരായിട്ടുണ്ട് ഇപ്പം എന്നോട് ചോദിക്കണു, എങ്ങനെയാണ് മുടിയുടേത്, അതെങ്ങനെ സംരക്ഷിക്കണേന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ കെയർ ചെയ്യാത്ത ഒരാളാണ് കേട്ടോ. എൻ്റെ അമ്മ നോക്കി ഉണ്ടാക്കിയതാണ് എൻ്റെ മുടി എന്ന് പറയാം. അത്രയ്ക്ക് അധികം കെയർ ചെയ്തിട്ട് ഉണ്ടാക്കി തന്നിട്ടുള്ളതാണ്. അന്ന് ഉണ്ടാക്കി തന്നതുകൊണ്ടായിരിക്കും ഇപ്പം എൻ്റെ തലയിൽ കുറച്ചെങ്കിലൊക്കെ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ഗുരുവായൂർ എപ്പോഴാണ് സത്യം ഞാനൊരു സാധനം ചെയ്യണില്ല കേട്ടോ. പറഞ്ഞാലും ചിലർ വിശ്വസിക്കുമെന്ന് തോന്നുന്നു, എനിക്ക് അറിയില്ല. അത് ഗ്രീഷ്മ വിനീത്. ഗ്രീഷ്മ നമ്മുടെ വീഡിയോസ് സ്ഥിരം കാണുന്ന ഒരാളാണ് കേട്ടോ. ഞാൻ എപ്പോഴും കമന്റ് ശ്രദ്ധിക്കാറുണ്ട് ഗ്രീഷ്മയുടെ. ചേച്ചിയുടെ അമ്മയ്ക്ക് എന്താ വയ്യായിക, ചേച്ചിക്ക് എന്താവണം എന്നായിരുന്നു ആഗ്രഹം. അമ്മയ്ക്ക് പ്രഷർ ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു ഭാഗത്തേക്ക് തളർച്ച വന്നിട്ടുള്ളതാണ് ആൾക്ക്. പിന്നെ ആളുടെ കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. എന്നാലും നമുക്ക് വീട്ടിൽ ഒരാളുണ്ട്, അമ്മേനെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചേച്ചിയുണ്ട്, ലീലേച്ചി എന്നാണ് പേര്. പിന്നെ ചേച്ചിക്ക് എന്താവണം എന്നായിരുന്നു ആഗ്രഹം. എല്ലാ കുട്ടികൾക്കും ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ഒരു ആഗ്രഹമാണ് ടീച്ചർ ആവണം എന്നുള്ളത് അല്ലേ. എൻ്റെ ചെറുപ്പത്തിലേക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ടീച്ചർ ആവണം എന്നുള്ളത്. പിന്നെ പോകെ പോകെ നമുക്ക് മുന്നിലേക്ക് ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒക്കെ മാറി മറിഞ്ഞൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയോണ്ട് ഏതൊക്കെയോ വഴിയെ പോയി, ആ വഴിയെ ഞാൻ നടന്നു, അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും വലുതാവുമ്പോൾ സത്യം പറഞ്ഞാൽ വലുതായിട്ട്, അതായത് നമ്മളൊരു പക്വതയിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ലക്ഷ്യങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. അത് തെറ്റാണ്. നമ്മളൊരു ലക്ഷ്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം. നവീൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ആൻഡ് റിയൽ ലൈഫ് ക്യൂൺ. താങ്ക് യു നവീൻ. അപ്പൊ നമ്മുടെ വീഡിയോയുടെ താഴെ ഇതുപോലെ 1-2 കമന്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വായിക്കാം. ഞാൻ ഈ പറഞ്ഞതില് എന്തെങ്കിലും മനസ്സിലായ വായിക്ക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അടുത്തതായിട്ട്, എന്താ മുഖത്ത് ഒരു വിഷമം? കുറേ പേരായിട്ട് ചോദിക്കണ ഒരു ചോദ്യമാണ് കേട്ടോ അത്. നമ്മുടെ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്ന സുദേവനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സുദേവ, എൻ്റെ മുഖത്ത് വിഷമം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ. സങ്കടം ഉള്ളപ്പോൾ ഓക്കെ, നിങ്ങൾ പറയുന്നത് കറക്റ്റാണ്. സങ്കടം എനിക്ക് എൻ്റെ മനസ്സിൽ സങ്കടമുള്ളപ്പോൾ നിങ്ങൾക്ക് അതിന് ഫീൽ ചെയ്യുന്നുണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പം തികച്ചും ഹാപ്പിയാണ്. പിന്നെ ഞാൻ കണ്ണെഴുതാത്തതിൻ്റെ ആയിരിക്കും. സ്ഥിരം കണ്ണെഴുതുന്ന ആൾക്കാർ കണ്ണെഴുതാണ്ടാവുമ്പോൾ പെട്ടെന്ന് ഒന്നല്ലെങ്കിൽ വയ്യായിക പോലെയോ കരഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്യും. എൻ്റെ കണ്ണ് അങ്ങനത്തെ ഒരു കണ്ണാണ്. ഞാൻ സ്ഥിരമായിട്ട് കണ്ണെഴുതുന്ന ആളാണ്. അപ്പം ചിലപ്പോൾ അതുകൊണ്ട് തോന്നുന്നതായിരിക്കും കേട്ടോ. സ്വാതിയും നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, സ്വാതിക്കുട്ടിയെ ഇല്ല കേട്ടോ, എന്താടോ ഫേസിലൊരു ക്ഷീണം ചിലപ്പോൾ നമ്മൾ ഡയറ്റ് എടുക്കണതിൻ്റെ ഭാഗമായിട്ടുള്ള ക്ഷീണമായിരിക്കാം. പിന്നെ ഇപ്പം പിള്ളേർ സ്കൂളിൽ പോണതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഉറക്കം ഭയങ്കര കുറവാണ്. ഞാൻ ഉറങ്ങുന്നത് ചിലപ്പോൾ പുലർച്ചെ 2 മണി 3 മണിക്കൊക്കെ ഉറങ്ങിയിട്ട് 7 മണിക്കൊക്കെ എണീക്കുന്ന ആളാണ്. ഗൾഫിൽ പോകുമ്പോൾ നന്നായി ഉറങ്ങി തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നാട്ടിൽ വന്നപ്പോൾ വീണ്ടും പണ്ടത്തെ ചങ്ങര തെങ്ങുമ്പോൾ തന്നെയാണ്. ചിലപ്പോൾ അതിൻ്റെ ക്ഷീണം ഉണ്ടായിരിക്കും കേട്ടോ. പിന്നെന്താ, ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞു പോകണുണ്ടല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഭാഷ മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. തൃശ്ശൂർ ഭാഷ ആയതുകൊണ്ടേ മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ജിജി ഷപ്പു ഒരുപാട് ഇഷ്ടം ചേച്ചിനെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താ, നമ്മുടെ ഹസീന ചേച്ചി ചോദിച്ചിട്ടുണ്ട് എന്താ സങ്കടം എന്നുള്ളത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ഒരു സങ്കടവും ഇല്ല കേട്ടാ, തോന്നുന്നതാണേ. പിന്നെന്താണ്, ഓക്കെ, അനൂസ് വേൾഡിന്റെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഹായ് ചേച്ചി ആണോ എന്നൊന്നും അറിയില്ല. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതന്നെ ആയിക്കോട്ടെ എന്ന്. യുവർ ഏജ് ഞാൻ പറഞ്ഞ പോലെ തന്നെ 36 വയസ്സായി. ഇവൻ ഓഗസ്റ്റിലേക്ക് 37ാമത്തെ വയസ്സാവും കേട്ടോ. ഹാസ് മാരേജിന് മുമ്പ് ഗൾഫിലായിരുന്നു. ഏട്ടൻ മാരേജിന് മുമ്പ് ഗൾഫിലായിരുന്നു. അതായത് ഞങ്ങൾ പ്രേമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആൾ പഠിക്കായിരുന്നു, ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, 3rd ഇയർ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ആൾ ഗൾഫിലേക്ക് പോയി. ആൾ ഗൾഫിലേക്ക് പോയിട്ട് ഒരു 2 കൊല്ലത്തിന് ശേഷമാണ് നമ്മുടെ കല്യാണം കഴിഞ്ഞത് കേട്ടോ. ഏട്ടൻ എന്താണ് ജോലി? ഏട്ടൻ അലുമിനിയത്തിന്റെ സൂപ്പർവൈസർ ആണ് കേട്ടോ.
ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഏതാണ്? എനിക്ക് അങ്ങനെയൊന്നും ഇല്ലടാ. ഫുഡ് ഞാൻ എല്ലാം കഴിക്കും, പക്ഷെ നാടൻ ഫുഡിനോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. എനിക്ക് സദ്യ, അതുപോലെ തന്നെ പഴംപൊരിയൊക്കെ എൻ്റെ ഭയങ്കര വീക്ക്നെസ് ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴംപൊരി എന്ന് പറയുന്ന സാധനം. പിന്നെ സമൂസ വെജ് സമൂസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇവിടെ കക്ക സമൂസയൊക്കെ കിട്ടും, പക്ഷെ വെജ് സമൂസ എനിക്ക് ഇതുപോലെ ഭയങ്കര ഇഷ്ടമാണ്, പണ്ടേ മുതൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ മധുരമുള്ള സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ലഡു, ജിലേബി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പേട, മൈസൂർ പാക്ക് ഇതൊക്കെ ഇഷ്ടം. പക്ഷെ ഇതൊന്നും കഴിക്കില്ല. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സാധനമുണ്ട് ചായ. എത്ര കിട്ടിയാലും കഴിക്കും. ഞാൻ കാലത്ത് ഞാനൊരു ദിവസം, അതായത് ഇപ്പോൾ ഈ ഡയറ്റൊക്കെ തുടങ്ങുന്നതിനെക്കാട്ടും ഞാൻ ഭക്ഷണമൊന്നും അധികം കഴിക്കാത്ത ആളാണ്, പക്ഷെ മധുരം നന്നായി അടിച്ചു പറ്റും. ഒരു ദിവസം ഞാൻ വേണമെങ്കിൽ ഒരു 10 ഗ്ലാസ് 11 ഗ്ലാസ് ഒക്കെ ചായ കുടിക്കുന്ന ആളാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീർത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ ചാനലിൽ വന്നിട്ടുള്ളത് കേട്ടോ. ഇനി വല്ലതും വന്നിട്ടുണ്ടോയെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിക്കോട്ടെ. വിട്ടുപോയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ചേച്ചി വെയിറ്റ് കുറയ്ക്കാൻ എന്തൊക്കെയാ ചെയ്യുന്നതെന്നൊന്ന് ഷെയർ ചെയ്യണമെന്ന് അഖില ശ്രീജിത്ത് പറഞ്ഞിട്ടുണ്ട്. അഖിലക്കുട്ടി ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ. ഞാൻ അതൊരു വീഡിയോ ആക്കിയിട്ട് ഇടാം. ഞാനൊരു 1 മന്ത് കംപ്ലീറ്റ് ആയതിനു ശേഷം ഞാൻ എത്ര വെയിറ്റ് കുറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തൊക്കെയാണ് കഴിച്ചിരുന്നത്, എന്തൊക്കെയാണ് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനൊരു വീഡിയോ എന്തായാലും ചെയ്യാം കേട്ടോ. പിന്നെ ജിഷ ചോദിച്ചിട്ടുണ്ട്, ഗുരുവായൂരപ്പന്റെ ലോക്കറ്റ് ഗോൾഡ് ആണോ, എങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഗുരുവായൂരപ്പന്റെ ഈ ലോക്കറ്റിന്റെ കാര്യമാണ് കേട്ടോ പറയണത്. ഇത് ഗോൾഡ് ആണ്. ഇതിന് ചുറ്റും ഈ കാണുന്നത് ഗോൾഡ് ആണ്, ചുറ്റിനും കെട്ടിയിട്ടുള്ളത് ഗോൾഡ് ആണ്. പക്ഷെ നടുക്കിലുള്ള ഗുരുവായൂരപ്പന്റെ ഇത് ഗോൾഡ് അല്ല കേട്ടോ. ഇത് നമ്മൾ സ്വർണ്ണക്കടയിൽ കെട്ടിച്ചിട്ടുള്ളതാണ്. അവിടെ നിന്ന് തന്നെയാണ്, ആ കടയിൽ നിന്ന് തന്നെയാണ് ഈ ലോക്കറ്റ് വാങ്ങിയിട്ടുള്ളത്. ഇതിലിപ്പോ 2.5 ഗ്രാമിന്റെ സ്വർണ്ണമാണ് ഉള്ളത് കേട്ടോ. പിന്നെന്താ, മിഥുൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 days മുന്നേട്ട് ജിമ്മിക്ക് ചേച്ചിക്ക് സൂപ്പർ ആയിരുന്നു, ഇപ്പൊ കാണുന്നില്ലല്ലോ എന്ന്. എനിക്ക് കോൺഫിഡൻസ് ഇല്ല, കാരണം ഞാൻ അത് ഇട്ടിട്ടേ ശീലിക്കാണ്ടേ. നമ്മൾ പണ്ടൊക്കെ ഇട്ടിരുന്നു, പക്ഷെ ഒരു പീരീഡ് കഴിഞ്ഞപ്പോൾ അതോടുകൂടി ഞാൻ ആ പരിപാടി ഉപേക്ഷിച്ചതാ. പിന്നെ നമ്മൾ വാങ്ങിക്കുന്ന കമ്മലുകൾ മാത്രം യൂസ് ചെയ്ത് ശീലിച്ചിട്ട് ഇപ്പോൾ എനിക്ക് ഗോൾഡ് ഇടുമ്പോൾ, ചെറിയ കുഞ്ഞു ഗോൾഡൊക്കെ ഇടുമ്പോൾ എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത, ഇത് എനിക്ക് ചേരുന്നില്ല എന്നുള്ളൊരു കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാൽ താങ്ക്സ്, ഞാൻ ഇട്ട് നോക്കാം ഒന്നും കൂടെ. അപ്പം സ്വന്തമായിട്ടൊരു കോൺഫിഡൻസ് ഇല്ലാത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഞാനത് ഊരിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ Q&A എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഇടയ്ക്ക് ഇതുപോലെ Q&A ചെയ്യണമെന്ന് വെച്ചാൽ പറയണം കേട്ടോ. അപ്പം ഞാൻ മറന്നിട്ടില്ല, ഹോം ടൂർ ചെയ്യാൻ പറഞ്ഞത് ഞാൻ മറന്നിട്ടില്ല, ലവ് സ്റ്റോറി പറയാൻ പറഞ്ഞത് മറന്നിട്ടില്ല. ഇതൊക്കെ ഞാൻ ചെയ്യാം കേട്ടോ. ലവ് സ്റ്റോറി ഒക്കെ പറയുമ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ലവ് സ്റ്റോറി ഒക്കെ എൻ്റെ അമ്മ കേൾക്കും, എൻ്റെ അമ്മ ഇരുന്ന് വീഡിയോ കാണുന്നതല്ലേ. എന്നിട്ട് അത് കഴിഞ്ഞിട്ടൊരു കോള് വരും ഇങ്ങനെ പറഞ്ഞിട്ട്. ആ കോള് നല്ല 1.5 കോളായിരിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അങ്ങനെ ലവ് സ്റ്റോറി ഇങ്ങനെ ബാക്കിലേക്ക് ഇടുന്നത് അതുകൊണ്ടാണ് കേട്ടോ. അമ്മ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഇതുപോലെ ഞാൻ ലവ് ലെറ്ററിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് നാണയില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ വിശേഷങ്ങളിലൊക്കെ പറയുന്നത്. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും ഓപ്പൺ ആയിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. ഒരു മുഖം കൂടി ഞാനിവിടെ ഇട്ടിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ മറക്കരുത്. ഒന്നും കൂടെ പറയാം, നിങ്ങളൊരു ആൾക്കാർ, ഇത്രയും ആൾക്കാർ നമ്മുടെ ചാനലിൽ വളരെ കുറച്ച് ആൾക്കാരാണ് സ്ഥിരമായിട്ട് കാണുന്നവരുള്ളൂ. അത്രയും ആൾക്കാർ സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഇന്ന് ഞാൻ കുറച്ചെങ്കിലും സന്തോഷിച്ചിട്ട് മുന്നോട്ട് പോണത് കേട്ടോ. എനിക്ക് സ്വന്തമായിട്ട് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. അപ്പോൾ വീഡിയോ ഞാനവിടെ അവസാനിപ്പിക്കാനേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ബൈ.